ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എരുന്ത് വെച്ചിട്ട് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എരുന്ത് റോസ്റ്റ് വെക്കണം ഫസ്റ്റ്. അപ്പോൾ എരുന്ത് റോസ്റ്റ് വെക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ടൊരു 2-3 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ തക്കാളി, പച്ചമുളക് അതൊക്കെ ചേർക്കണം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി, പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായിട്ട് 2-3 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണിന് 2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി പൊടികളൊക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എരുന്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ കാഷ്ടമൊക്കെ ഇതാ അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഞെക്കിയിട്ട് കാഷ്ടമൊക്കെ എടുത്തിട്ട് കളഞ്ഞതിന് ശേഷം വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്ത എരുന്താട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരുന്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരിത് കക്ക എന്നൊക്കെ പറയും. നിങ്ങളൊക്കെ എങ്ങനെ പറയാമെന്നറിയില്ല. ഞങ്ങൾ എരുന്ത് എന്നൊക്കെ പറയും. കക്ക ഇറച്ചിയാണ്. അപ്പോൾ അത് കുറച്ച് വേവുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഇട്ടിട്ട് വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതാ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല വേവുള്ളത് കൊണ്ട് നന്നായിട്ട് അതിൽ കിടന്നിട്ട് വെന്ത് കിട്ടണം. ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. അപ്പോൾ അതിനെ അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് അധികം ഫുള്ള് ഫ്ലെയിം അല്ലാതെ വെച്ചിട്ട് വേവിച്ചെടുക്കണം. എന്നാലാണ് ഇറച്ചി നല്ലോണം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കക്ക ഇറച്ചിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കപ്പൻ്റെ കൂടെ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ കപ്പ നല്ലോണം കഴുകി വൃത്തിയാക്കി വേവിച്ച് നല്ല ഉടച്ച പോലെ നല്ല വെന്തിട്ടുള്ള കപ്പയിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്താൽ എരുന്ത് കപ്പ ബിരിയാണി ആയി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എരുന്ത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതാ സെർവ് ചെയ്യുന്നുണ്ട്. ഇനി നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായവർ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.